കോടതി വളപ്പിൽ തൊണ്ടി മുതൽ കട്ടത് ആരപ്പ എന്നുള്ള ബാനറൊക്കെ ഉയർന്നു കഴിഞ്ഞോ ഹരിമോഹൻ? തീർച്ചയായിട്ടും ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉള്ള പ്രതിഷേധം, കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധത്തിൽ ഭാഗമാക്കായിട്ട് കോടതിയിലേക്ക്, അതായത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ആന്റണി രാജുവും ഒന്നാം പ്രതിയായിട്ടുള്ള KS ജോസും ഇപ്പോഴും കോടതിക്ക് ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന പക്ഷം അവരെ തടയുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പോറ്റിയെ കയറ്റിയത് ആ പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോറ്റിക്ക് സമാനമായി, ആ പാട്ടിന് സമാനമായുള്ള ഈ തൊണ്ടിമുതലിലും സമാനമായിട്ടുള്ള ഒരു പാട്ടുമൊക്കെയായാണ് ഈ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. KSUവും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള പ്രവർത്തകർ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നേരത്തെ ആന്റണി രാജു കയറിപ്പോകുന്ന സമയത്ത് കരിങ്കൊടി പ്രതിഷേധം അടക്കമുള്ളവ കോടതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ വിധി വന്ന ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം. എന്തായാലും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ഭരണകക്ഷി MLAക്ക് തടവ് ശിക്ഷ ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതൊരു രാഷ്ട്രീയ അവസരമായിട്ട് തന്നെ പ്രതിപക്ഷം കാണുകയും ചെയ്യും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ രാജിവെക്കുക എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിക്കും. പക്ഷേ നിയമസഭാംഗത്വം റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വാഭാവികമായിട്ടും ഒരു വശത്തു കൂടി ഉണ്ടാകും. പക്ഷേ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പാർട്ടിയുടെ ഭാഗത്തുനിന്ന്, മുന്നണിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവണം എന്നുള്ള ആവശ്യം എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധം ഇവിടെ നിലനിൽക്കുന്നു, കോടതിക്ക് മുമ്പിൽ നിലനിൽക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആന്റണി രാജു പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെയൊക്കെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പെടാതെയായിരുന്നു ആന്റണി രാജു കോടതിക്കുള്ളിലേക്ക്, അതായത് പുറകുവശത്തെ ഗേറ്റ് വഴിയായിരുന്നു കോടതിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം തിരിച്ചു പോയതും അങ്ങനെ തന്നെ. അതായത് ഉച്ചയ്ക്ക് കോടതിയുടെ ആദ്യ വിധി, അതായത് കുറ്റക്കാരനെന്ന വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആന്റണി രാജു സമാനമായി തന്നെ മറ്റൊരു വഴി കൂടെ ഇറങ്ങിപ്പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഉച്ച കഴിഞ്ഞ ശേഷം വരികയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്ത് താൻ നിരപരാധിയാണ് എന്നതടക്കമുള്ള വാദങ്ങൾ ഒരിക്കൽ കൂടി ആന്റണി രാജു മുന്നോട്ട് വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ അല്ലെങ്കിൽ പ്രതിഷേധത്തെ നേരിടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും കോടതിക്ക് അകത്ത് തന്നെ തുടരുകയാണ് ആന്റണി രാജു. സുജയ. ഓക്കെ, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. കോടതിക്കുള്ളിൽ തുടരുകയാണ് ഇപ്പോഴും ആന്റണി രാജു. TV പ്രസാദ് നമുക്കൊപ്പം ഉണ്ട്. TV പ്രസാദ്, ആന്റണി രാജുവിന് തടവ് ശിക്ഷ വിധിച്ചത് ഇത് സ്വർണ്ണപ്പാളി കേസിന്മേൽ ഇതിനകം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിഷേധത്തിന്റെ ഒരു തുടർച്ച, ഈ തെളിവ് നശിപ്പിക്കലടക്കമുള്ള ഈ കേസിൽ MLA ആയിരിക്കുന്ന, മന്ത്രിയായിരുന്ന ഒരാൾ, LDFന്റെ ഭാഗമായ, സർക്കാരിന്റെ ഭാഗമായ ഒരാൾ, ഇത് പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി മാറുകയല്ലേ പ്രസാദ്? ഉറപ്പായും സുജിയ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. പ്രതിപക്ഷത്തിന് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ വീണ് കിട്ടിയ ഒരു അനുഗ്രഹമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായി അവർ ഇതിനെ നന്നായി ഉപയോഗിക്കുകയും ചെയ്യും. ഇതിനകം തന്നെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ KSUവും എല്ലാം പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആന്റണി രാജുവിൻ്റെ കോലം കത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തൊണ്ടി മുതൽ മോഷ്ടിച്ചത് ആരപ്പ എന്ന് പറഞ്ഞ് ആ നെടുമങ്ങാട് കോടതിയിലേക്ക് പ്രതിഷേധവുമായി KSUക്കാരും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓടുന്ന എങ്ങോട്ടേക്ക് ഓരോ വിഷയങ്ങളും സുജിയ, വെറും 2 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വളരെ സജീവമായി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ കേസിലും ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നത് എന്നതാണ്. എല്ലാവരും പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും ഇങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയുള്ള ഒരു വിധി, അത് ഉറപ്പായും കോൺഗ്രസിനും അതുപോലെ തന്നെ BJPക്കുമെല്ലാം രാഷ്ട്രീയമായി വലിയ അനുഗ്രഹമാണ്. CPIMനെയും LDFനെയും കടന്നാക്രമിക്കാനുള്ള ഒരു ഉപകരണമായി അതിനെ ഉപയോഗിക്കും എന്ന കാര്യവും ഉറപ്പാണ്. ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യം ഉറപ്പാണ്. ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പീൽ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ആന്റണി രാജു നീങ്ങുമ്പോഴും വിചാരണ കോടതിയുടെ ഉത്തരവെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് ഈ കേസിന്റെ ഭാഗമായി തെളിയുന്നു എന്നുള്ളത് കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇത് മാറുകയാണ് സുജയ. ഓക്കെ, താങ്ക് യു. TV പ്രസാദും ഹരിമോഹനുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.